You can mark your attendance now. You can mark your attendance now. Okay. All of you mark your attendance. Did you complete your homework? Yes. Yes. Okay. എത്ര പേരാ ഇതിലെ ഹോംവർക്ക് എന്നെ കാണിച്ച ആൾക്കാരൊക്കെ എനിക്ക് ഫോട്ടോ അയച്ചത്? ഓക്കെ, അന്നുണ്ട്. ആദിതി, ദേവപ്രിയ, ആഷിം, സൂര്യദേവ്, കാജൽ അയച്ചായിരുന്നു എനിക്ക് ഹോംവർക്ക്. ഞാൻ കണ്ടില്ലല്ലോ കാജല്. വെറുതെ നുണ പറയണ്ട. ഓക്കെ, ബാക്കിയുള്ളവർക്ക് എന്താ ഈ ഹോംവർക്ക് ഒന്നും ബാധകമല്ലേ? ഞാൻ ഹോംവർക്ക് തരുന്ന വെറുതെയാണ് നിങ്ങളുടെ വിചാരം? മിസ് അയച്ചായിരുന്നു. ആ, കുറെ പേരുടെ എനിക്ക് കിട്ടി, കിട്ടാത്ത കുറെ ആൾക്കാരുടെ ഉണ്ട്. എന്താ ബിൻ ബിജു ഹോംവർക്ക് അയച്ചായിരുന്നോ മാത്സിന്റെ? ഈ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരുന്നത് എനിക്കെന്തോ വലിയൊരു ഭാരമായിട്ട് തീർക്കാൻ വേണ്ടി തരുന്നതല്ല. നിങ്ങൾ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് തരുന്നത്. എന്നാലല്ലേ നിങ്ങൾ പഠിക്കുള്ളൂ. മാത്സ് എങ്ങനെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ ഹോംവർക്ക് ചെയ്യണ്ടേ? ഹോംവർക്ക് ചെയ്യാതെ ഒരു ദിവസം ഞാനിവിടെ പഠിപ്പിക്കുന്നു, അത് കേൾക്കുന്നു, നെക്സ്റ്റ് ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്യുന്നില്ല, വെറുതെ ഇവിടെ വന്നിരുന്ന നിങ്ങൾക്ക് ഒന്നും മനസ്സിലായാലും നിങ്ങൾക്ക് ഒന്നും മാത്സ് പഠിക്കാനും പറ്റില്ല. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഹോംവർക്ക് ചെയ്യാണ്ട് മാത്സിന്റെ ക്ലാസ് നമ്മുടെ മുമ്പോട്ട് പോകില്ല. അപ്പൊ നിങ്ങളുടെ ഇത് ഞാൻ കുറെ വട്ടം നിങ്ങളോട് പറയുന്നു. ഇന്നൊരു ദിവസം കൂടെ ഞാൻ ലാസ്റ്റ് ചാൻസ് തരാം, ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനി ഹോംവർക്ക് തരാത്ത ആരും എന്റെ ക്ലാസ്സിൽ ഞാൻ ഇരിക്കുകയല്ല. എല്ലാവരും ലെഫ്റ്റ് ചെയ്ത് പോയിക്കോളാൻ പറയാം. ഞാൻ പഠിപ്പിക്കുന്ന കറക്റ്റ് ആയിട്ട് ഹോംവർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ ഇരുന്നാൽ മതി. അല്ലാത്തവരെന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടായില്ല. ഹോംവർക്ക് ചെയ്യാത്ത ആരും നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ഇവിടെ ഇരിക്കണ്ട. മനസ്സിലായോ? ഓക്കെ, രാവിലെ തന്നെ എന്നെ കൊണ്ട് വഴക്ക് പറയിപ്പിക്കരുത് കേട്ടോ. നിങ്ങളുടെ മോർണിംഗ് ക്ലാസ് ആണ്, നിങ്ങളുടെ മൂഡ് തന്നെ വഴക്ക് പറഞ്ഞാൽ പോകുന്നു. ഓക്കെ, എനിവേ ഹോംവർക്കിന്റെ ആൻസേഴ്സ് ഞാൻ ഗ്രൂപ്പിൽ ഇന്ന് ഷെയർ ചെയ്യും. ഹോംവർക്ക് ചെയ്യാത്ത ആൾക്കാർ അവിടെ തന്നെ ഇരുന്നോ. നല്ല കാര്യം, അങ്ങനെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്തോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളെ ഞാൻ കേട്ടണോ വേണ്ടോ ഞാൻ തീരുമാനിക്കാം, ഹോംവർക്ക് ചെയ്യാതെ വന്നത്. ഓക്കെ, സോ നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം. നമ്മൾ ജസ്റ്റ് ഫ്രാക്ഷൻസ് എന്താന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ? ഫ്രാക്ഷൻസ് അല്ലേ നമ്മുടെ ന്യൂ ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക് കൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ ഇപ്പോ. ഓക്കെ, then write heading fractions. Fractions ഹെഡിങ് എഴുതിക്കേ. ചാപ്റ്ററിന്റെ പേര് എഴുതണേ. ഫ്രാക്ഷൻസ് എഴുതിയോ? ശ്രീദേവ്, where is Sridev?
എഴുതിയോ? ഹെഡിങ് എഴുതിയില്ലേ? ഓക്കെ, ദെൻ റൈറ്റ് ഒന്നും കൂടെ ഹെഡിങ്, മെയിൻ ഹെഡിങ് ഫ്രാക്ഷൻസ് ഉണ്ട്. ഇതിന്റെ അടിയിൽ ഒന്നും കൂടെ ഫ്രാക്ഷൻസ് എഴുതുക. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ, പേജിന്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എഴുതാം ഫ്രാക്ഷൻസ് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യാം. ഫ്രാക്ഷൻ, ഫ്രാക്ഷൻ എന്ന് മതി കേട്ടോ, ഫ്രാക്ഷൻ. എല്ലാരും എഴുതുക. ആഗ്നസ്, കാജൽ, റൈറ്റ്. വാട്ട് ആർ യു ഡൂയിങ്? എബിൻ, ബിജു, ആർ യു റൈറ്റിംഗ്? എബിൻ, ബിജു, show me your notebook. Okay, then write under the heading fraction, write a fraction. ഇങ്ങനെ ടെക്സ്റ്റിൽ ഉണ്ടല്ലേ ഒരു ചെറിയൊരു ഫ്രാക്ഷന്റെ ഒരു ഡെഫിനിഷൻ. A fraction is a part of a whole or a collection. Right? കണ്ടില്ലേ? ഒരു ചെറിയൊരു ടെക്സ്റ്റ് കണ്ടില്ലേ? ഒരു കോൺവെർസേഷൻ പോലെ. അത് എഴുതും. A fraction is a part of a whole or a collection. Okay, a fraction is a part of. ടെക്സ്റ്റ് ഇല്ലേ? ആർക്കാ ടെക്സ്റ്റ് ഇല്ലാത്ത? ആശനാണോ ടെക്സ്റ്റ് ഇല്ലാത്ത? ടെക്സ്റ്റിൽ കണ്ടില്ല? പേജ് നമ്പർ 136 ആ ഫസ്റ്റ് തന്നെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട്. അവിടെ കണ്ടില്ലേ? എ ഫ്രാക്ഷൻ ഈസ് എ പാർട്ട് ഓഫ് എ ഹോൾ ഓർ എ കളക്ഷൻ. Did you see that? A fraction. ഒരു ചെറിയൊരു ഡയലോഗ് പോലെ, ഒരു കോൺവെർസേഷൻ പോലെ. പേജ് നമ്പർ 136 സൈഡില് കണ്ടോ? 136. ഫിനിഷ്ഡ്. ഓക്കെ, ആശൻ കണ്ടോ? എ ഫ്രാക്ഷൻ. ഓക്കെ, then റൈറ്റ്. ആശൻ അത് എഴുതിക്കോ. ഫ്രാക്ഷന്റെ ഡെഫിനിഷൻ ആണത്. ഓക്കെ, okay, and this, suppose this is a cake, it is divided into two equal. It is divided into two equal parts. Okay, and each one will get how much? No, ഇത് വരക്കണ്ട, ജസ്റ്റ് നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. Yes, each one will get, yes, 1/2. Yes, that is 8. Each one will get 1/2 അല്ലേ? 1/2 കിട്ടും അല്ലേ? Okay, again this cake is divided into 4 parts. Assume that it is divided into 4 parts. Then how many parts? Yes, 1/4. yes, then each person will get 1/4. Yes, very good. 1/4. Okay, ഈ 4ന്റെ ഭംഗിയൊന്നും നിങ്ങൾക്ക് നോക്കണ്ട, ഇവിടെ എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെയാവും. ഓക്കെ, ദാറ്റ് ഈസ് 1/4 ആണ്. അപ്പൊ നമ്മൾ എന്താണ്? നമ്മുടെ ഹോൾ, അതായത് മൊത്തത്തിലുള്ള ഒരു കേക്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പാർട്ടാണ് ഈ 1/2, ഈ 1/4 എന്ന് പറയുന്നത് അല്ലേ? അല്ലെ? നമ്മൾ എടുക്കുന്ന ഒരു പീസ്, അതാണ് 1/4 അല്ലെങ്കിൽ 1/2. അപ്പൊ അതാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫ്രാക്ഷൻ ഈസ് എ പാർട്ട് ഓഫ് എ ഹോൾ. ഒരു മൊത്തം ഒരു കളക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ചെറിയ പാർട്ട്, അതിനെയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഡെഫിനിഷന്റെ മീനിങ്. ഫ്രാക്ഷൻ ഈസ് എ പാർട്ട് ഓഫ് എ ഹോൾ ഓർ എ കളക്ഷൻ. ഓക്കെ, സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കില് ഒരു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട് അല്ലെ? അതിൽ ഫസ്റ്റ് വൺ, circle the proper fractions and cross out the improper fractions. So what are proper fractions and improper fractions? Any idea? പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? നിങ്ങൾ 4th പഠിച്ചിട്ടുണ്ടോ? പ്രോപ്പർ ഫ്രാക്ഷൻസ് ഇല്ല, പഠിച്ചിട്ടില്ല അല്ലെ? സോ പ്രോപ്പർ ഫ്രാക്ഷൻസ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാല്
പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രാക്ഷനിൽ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഓക്കെ, ഇതിലെ ഈ 1/2 ന്യൂമറേറ്റർ എന്താണ്? ന്യൂമറേറ്റർ യെസ്, ന്യൂമറേറ്റർ ആണ് മുകളിലുള്ളത്. അപ്സൈഡിലുള്ളത് ന്യൂമറേറ്റർ. ദിസ് ഈസ് ന്യൂമറേറ്റർ. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ ന്യൂമറേറ്ററിന് അസ്യൂം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ന്യൂമറേറ്റർ. ദെൻ ഇതെന്താണ്? ഈ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ? യെസ്, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ. ദാറ്റ് ഈസ് നമ്മുടെ അപ്സൈഡിലുള്ളത് ഫ്രാക്ഷൻ എഴുതുന്ന സമയത്ത് എബോവ് ആയിട്ടുള്ളത് ന്യൂമറേറ്ററും ബിലോ ആയിട്ടുള്ളത് ഡിനോമിനേറ്ററും ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ന്യൂമറേറ്റർ? ഓക്കെ, ഇത് 2 ആണ് കേട്ടോ. ന്യൂമറേറ്റർ സ്മോളർ ആണോ അതോ ബിഗർ ആണോ ഡിനോമിനേറ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? സ്മോളർ ആണ്. അതായത് ന്യൂമറേറ്റർ, ഓക്കെ, when the numerator is smaller than the denominator, such fractions are called proper fractions. അതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ. That is when the numerator is smaller than the denominator. When the numerator is smaller than the denominator, such fractions are called proper fractions. മനസ്സിലായോ എന്താ പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന്? എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും പ്രോപ്പർ ഫ്രാക്ഷൻസ്? When numerator is less than denominator. Yes, when the numerator is less than denominator. It is numerator is small, denominator big. Okay, numerator small, denominator big. അങ്ങനെയുള്ളതാണ് നമ്മുടെ പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റാണ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെ എന്തായിരിക്കും? ന്യൂമറേറ്ററിന്റെ Numerator greater than, denominator less than. യെസ്, വെരി ഗുഡ്. അതാണ് ഇംപ്രോപ്പർ എന്ന് പറയുന്നത്. ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എഴുതാം: 5/1 എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ന്യൂമറേറ്റർ എന്താണ്? ബിഗർ ആണ് അല്ലെ? യെസ്, ന്യൂമറേറ്റർ 5 ആണ്. ഇറ്റ് ഈസ് ബിഗർ ഓർ ഇറ്റ് ഈസ് ലാർജർ ദാൻ ദി ഡിനോമിനേറ്റർ അല്ലെ? ഡിനോമിനേറ്റർ സ്മോൾ ആണ് ഇവിടെ ആൻഡ് ന്യൂമറേറ്റർ ബിഗർ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മുടെ അടിയിലുള്ള ആളാരാണ്? ചെറിയ നമ്പർ ആണ് അല്ലെ? സ്മോളർ നമ്പർ ആണ്. മുകളിലുള്ളതോ വലിയ നമ്പർ ആണ്. അപ്പൊ ഈ അടിയിലുള്ള ആളിന് മുകളിലെ ആൾക്കാരെ താങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഒരു ഇംപ്രോപ്പർ മെത്തേഡാണ് അല്ലെ? അടിയിൽ ചെറുതും മുകളിൽ വലുതും വരുമ്പോൾ മുകളിലല്ലേ ഏറ്റവും ഭയങ്കര നമുക്കൊരു വെയിറ്റ് കൂടുതലായിട്ട് തോന്നുന്നത് അല്ലെ? അപ്പൊ താഴെയുള്ള ആൾക്കാർക്ക് മുകളിലുള്ള ആൾക്കാരെ ചുമന്നുകൊണ്ട് നിൽക്കാൻ നല്ലൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതൊരു ഇംപ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡാണ്, ശരിയായിട്ടുള്ള മെത്തേഡ് അല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസ് ആണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്. ദാറ്റ് ഈസ് when the numerator is greater than മാത്രമല്ല ഈക്വൽ ടു ഡിനോമിനേറ്റർ. അതായത് ഇതിപ്പോ ഇങ്ങനെയാണെങ്കിൽ 5/5 ഇവിടെ ബോത്ത് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഈക്വൽ അല്ലേ? ഈ കേസിലും അത് ഇംപ്രോപ്പർ ആണെന്നാണ് പറയുന്നത്. അതായത് when the numerator is greater than or it is equal to the denominator, such fractions are called improper fractions. Okay, മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഞാൻ എന്റെ നോട്ട് വേണോ? പ്രോപ്പർ എന്താ ഇംപ്രോപ്പർ എന്താ നോട്ടിൽ എഴുതണോ? നിങ്ങൾ മറന്നു പോവോ? ഓർത്തിരിക്കൂലേ? Okay, so these are improper and proper fractions. So നിങ്ങളുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതിൽ പ്രോപ്പർ ഫ്രാക്ഷൻ എല്ലാം നിങ്ങൾ സർക്കിൾ ചെയ്യണം, ഇംപ്രോപ്പറിനെ എല്ലാം നിങ്ങൾ ക്രോസ് ചെയ്യണം. Okay, let's take the first one. 4/5. 4/5. Improper or proper? Proper. Yes, very good. The first one 4/5 is proper. So അത് സർക്കിൾ ചെയ്യാം. Okay. Then next one, there is 1/7. Improper. 1/7 എങ്ങനെ ഇംപ്രോപ്പർ ആവുന്നത്? നമ്മുടെ ന്യൂമറേറ്റർ സ്മോളർ അല്ലേ? Yes, proper. Very good. That is proper. The next one 8/3. Yes, very good. So cross, ഇത് ക്രോസ് ചെയ്യണേ, റൗണ്ട് ചെയ്യില്ല, ക്രോസ് ചെയ്യണം. ഇംപ്രോപ്പർ അല്ല, നമ്മൾ ക്രോസ് ആ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ
6 by 5? Improper. Yes, very good. Improper. Next, 1 by 2. Proper. Yes, very good. Proper. Then circle. Circle it. 1 by 2. Next one, 2 by 1. Improper. Yes, very good. Then cross it. Then 9 by 5. Proper. 9 by 5 is improper because the numerator is a large number, big number. So it is improper. You can cross it. Okay. Then 2 by 1 നമ്മുടെ improper അല്ല നിങ്ങൾ പറഞ്ഞത്. 2 by 1 improper അല്ലേ? നിങ്ങൾ cross അല്ലേ ചെയ്തേ? Yes. Yes. So that activity is over. Any doubt? എന്തെങ്കിലും കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ക്രോസ് ആണോ ഇംപ്രോപ്പർ ആണോ? No. Okay. So next activity B. ഇപ്പൊ താഴെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. മിക്സഡ് ഫ്രാക്ഷൻ എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മിക്സഡ് ഫ്രാക്ഷൻസ് കേട്ടിട്ടില്ല? ഓക്കെ, ഞാൻ എന്നാ ഇംപ്രോപ്പറിന്റെയും പ്രോപ്പറിന്റെയും മിക്സഡിന്റെ ഒക്കെ നോട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരാം. അല്ലെ നിങ്ങൾ കുറെ നാൾ കഴിയുമ്പോൾ എന്താണെന്ന് മറന്നുപോകും. ഞാൻ ഓർത്ത് നിങ്ങൾ ഇത് 4ാം ക്ലാസ്സിലൊക്കെ പഠിച്ചെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് നോട്ട് ഉണ്ടാക്കിയില്ല. സോ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നോട്ട് തരാം കേട്ടോ. എന്താണ് ഇംപ്രോപ്പർ, പ്രോപ്പർ? ഓക്കെ. സോ മിക്സഡ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ടെക്സ്റ്റിലെ ആ ഒരു പ്രോബ്ലം നോക്കിക്കേ. നമ്മുടെ ഫ്രാക്ഷനും അല്ലാതെ ഒരു നമ്പറും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടല്ല തന്നിരിക്കുന്നത്. ഒരു പ്രത്യേക തരത്തിലുള്ള ഫോർമാറ്റ് അല്ലേ അവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എഴുതുന്ന ആ ഒരു രീതിയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. is q 1 by 4. This is the format of a mixed fraction. ഫ്രാക്ഷനും ഉണ്ട് എന്നാൽ ഒരു നമ്പറും ഉണ്ട്. എല്ലാത്തിന്റെയും കൂടെ ഒരു മിക്സിംഗ് ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് എ മിക്സഡ് ഫ്രാക്ഷൻ. സോ ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ എഴുതുമ്പോഴാണ് നമ്മൾ അതിന് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഈ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഈ ഒരു ഫോർമാറ്റിലാക്കി മാറ്റും. എങ്ങനെയാ മാറ്റുകയെന്നറിയോ? How can you convert this mixed fraction into an improper fraction? എങ്ങനെയാ മാറ്റുക? അപ്പൊ അതിനൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഫസ്റ്റ് നമ്മൾ ഈ നമ്പർ എടുക്കുക. ഈ നമ്പർ നമ്മൾ എടുത്തിട്ട് മൾട്ടിപ്ലൈ ദിസ് നമ്പർ വിത്ത് ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 2 into 4 ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 8. Yes, we get 8. Then ഇവിടെ കിട്ടിയ ആൻസർ ഈ 1-ഉമായിട്ട്, അതായത് നമ്മുടെ ന്യൂമറേറ്ററുമായിട്ട്. എല്ലാവർക്കും ഞാൻ സ്റ്റക്ക് ആണോ? Okay, it may be due to your net problem. Okay, so then you get 2 into 4 8. Then add this answer with the numerator. ഇവിടെ കിട്ടിയ ആൻസർ ന്യൂമറേറ്ററുമായിട്ട് ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 8 plus 1 9. Yes. So you can write 9 by 4. 9 by 4 ആണ് എഴുതേണ്ടത്. അപ്പൊ നമ്മുടെ ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ് എഴുതേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മുടെ ന്യൂമറേറ്ററിനെ ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്ററിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. ബട്ട് ന്യൂമറേറ്റർ ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയായിരുന്നു? ഫസ്റ്റ് മൾട്ടിപ്ലൈ ദിസ് നമ്പർ വിത്ത് ദ ഡിനോമിനേറ്റർ 4. Okay, then we get 8. Then adding 8 with the numerator, that is 8 plus 1 equal to 9 by 4. Okay, so ഇപ്പൊ നിങ്ങൾ എഴുതുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇല്ലേ, ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ നിങ്ങൾ നോട്ടിൽ എഴുതണ്ട, വേറൊരു പേപ്പറിൽ എഴുതിയാൽ മതി. കാരണം ഞാൻ അതിന്റെ നോട്ട്സ് തന്നിട്ട് അതിന്റെ അടിയിൽ എഴുതിയാൽ മതി. ഞാൻ തരാം കറക്റ്റ് നോട്ട്. ഇപ്പൊ നിങ്ങൾ റഫായിട്ട് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ പുറകിലോ എഴുതുക. ഇപ്പൊ ചെയ്യുന്ന കാൽക്കുലേഷൻസ്, നിങ്ങളെ കൊണ്ട് ചെയ്യുന്ന കാൽക്കുലേഷൻസ് നോട്ട്ബുക്കിന്റെ പുറകിൽ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഒരു വേറൊരു പേപ്പറിലാണെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ. നോട്ട്ബുക്കിന്റെ പുറകിൽ എഴുതണ്ടേ? ഇപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ. കാരണം നിങ്ങൾ ഈ പ്രോപ്പറിന്റെ ഇംപ്രോപ്പറിന്റെ നോട്ട് തന്നിട്ട് കറക്റ്റ് ആ ഒരു ഫ്ലോയിൽ പോകും. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇത് എഴുതിക്കോ എന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം ഞാൻ പ്രോപ്പർ ഇംപ്രോപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോകും. ഓക്കെ. സോ
ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. സോ ലെറ്റ്സ് ടേക്ക് അനദർ നമ്പർ. ടെക്സ്റ്റിൽ തന്നെ തന്നൊരു നമ്പർ എടുക്കാം. ദാറ്റ് ഈസ് 5 into 3/4. 5 3/4. So we have to convert this number into its. This is a mixed fraction, and we have to convert this number into its improper fraction. So നിങ്ങൾ പറ എന്താ ചെയ്യേണ്ടത്? എങ്ങനെ നമുക്ക് ഇതിനെ improper ആക്കാം? ഫസ്റ്റ് ചെയ്യേണ്ടത് 5 into 5. 5 into 5 ആണോ? 4 അല്ലേ? 5 into 4. Yes, 5 into 4. That is 5 into 4 equal to 20. okay. Then 20 plus 23. yes 23. So നിങ്ങൾ അത് ഇങ്ങനെ തന്നെ എഴുതിക്കോ കേട്ടോ. That is ഇതിന്റെ അടിയിൽ ഇങ്ങനെ എഴുതിക്കോ. That is 5 into 4. 5 into 4 equal to 20. Okay. The next step is എന്താണ്? 20 Yes, 20 plus numerator. What is numerator? 20 യുടെ മുകളിൽ 0 ക്കൊന്നും ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ 20 തന്നെ എഴുതണം കേട്ടോ. ഞാൻ ഇവിടെ എഴുതുമ്പോ 20 plus 3 equal to yes 23. ഇപ്പൊ നമ്മുടെ ന്യൂമറേറ്റർ എത്രയാന്ന് കിട്ടി? ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ 23 കിട്ടി. Okay, so you can, the answer is 23 by yes 23 by 4. That is the answer. So 23 by 4. Okay, so all of you write this 23 by 4. Do you have any doubt? Suryadev, where is your leave letter? You were absent in the last class. ഹിന്ദിയുടെ ക്ലാസ് നിങ്ങളെ ലീവ് ആയിരുന്നു സൂര്യദേവ്. ഫസ്റ്റ് ഹിന്ദി ക്ലാസ്സില് ഉണ്ടായിരുന്നോ? ഓ സൂര്യദേവ് അല്ല, സോറി സൂര്യദേവ് അല്ല. ഓക്കെ, ശ്രീദേവ് ഇല്ലേ നിങ്ങളുടെ കൂട്ടത്തില്? ശ്രീദേവ് ഇന്ന് വന്നില്ലേ? ആ ശ്രീദേവ് ആയിരുന്നു ആബ്സെന്റ്. ഞാൻ മാറിപ്പോയതാ. എന്താ പറ്റി ശ്രീദേവേ? ഇവിടെ ലീവ് ലെറ്റർ എവിടെ? Where is your leave letter? ലീവ് ലെറ്ററും ഇല്ല, അതുപോലെ തന്നെ ഇൻഫോം ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ ആ ക്ലാസ് വിളിക്കാൻ പറ്റുമോ? ബാക്കിയുള്ളത് ചെയ്യട്ടെ. ഓക്കെ, ശ്രീദേവ് ലീവ് ലെറ്റർ മസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കണം. ഓക്കെ, ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ എന്റെ ഫോണോട്ട് ലീവ് ലെറ്റർ വിടണം കേട്ടോ. ഓക്കെ, സോ ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യുന്നോ? നമുക്ക് ഇവരെ ഒരുമിച്ച് ചെയ്യണോ? നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുവോ? ഓക്കെ, നിങ്ങൾ ചെയ്തോ. ഓക്കെ, നിങ്ങൾ ചെയ്തോ, നോ പ്രോബ്ലം. നിങ്ങൾക്ക് മനസ്സിലായി? ആ റഫ് ബുക്ക് ചെയ്താൽ മതി. ഇപ്പൊ അതിന്റെ മെത്തേഡ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? Then do. Finish. Very good. Finish. Okay. Finish. Okay, very good. Finish. Okay. Finish. Okay. All of you finished? Yes. Okay. So shall we discuss the answer now? Yes. Okay. Then second one, 2 into 1 by 7. 2 into 1 by 7. What is 14 ആണ് നിങ്ങൾക്ക് കിട്ടിയത്? 15 അല്ല വരിക. ഫസ്റ്റ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. 2 into 7, then you get 14. Then add 14 with the numerator, that is 14 plus 1 equal to 15. Yes, 15
15/7 എഴുതണേ. 15 മാത്രം എഴുതിയാൽ പോരാ, 15/7 എഴുതണം. ഓക്കെ, then third one. 7/4. Yes, 7/4. very good. That is 1, 3/4. First multiply 1 with the denominator 4, then you get 4. Then add this 4 with the numerator. That is 4 plus 3 equal to 7. 7/4 is the answer. Very good. So next activity, see. Convert to mixed fractions. So ഇവിടെ നിങ്ങൾക്ക് improper fractions. ആരുടെയോ മൈക്ക് ഓൺ ആണ്. ആ സൗണ്ട് വരുന്ന ആളൊന്ന് ഓഫാക്കിക്കേ. Okay, next one, convert to mixed fractions. Some improper fractions are given here, അല്ലേ? Cയിൽ തന്നിരിക്കുന്നതെല്ലാം improper fractions അല്ലേ? നോക്കിക്കേ, proper ആണോ improper ആണോ? They are improper fractions. So you have to convert that improper fractions into mixed form. നമ്മൾ ഇപ്പൊ ചെയ്ത ആ ഒരു ഫോർമാറ്റ് അല്ലേ, 5, 3/4, 2/1, 2, 1/7, ആ ഒരു ഫോർമാറ്റിലേക്ക് താഴെ തന്നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിനെ മാറ്റും. അതെങ്ങനെയാ മാറ്റുന്നത് നിങ്ങൾക്ക് അറിയോ? നോ, അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. സോ ഇവിടെ നമ്മൾ 19/3 എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, 19 divided by 3 അല്ലേ? Let's do the division here. 19 and 3. Okay, how many times 3 goes in 19? 1 into 3, 3, 2 into 3, 6, 3 into 3, 9, 4 into 3, 12, 5 into 3, 15, 6 into 3, 18. okay, then 7 into 3, 7 into 3, 21. Yes, 21 is larger than this 19, so we can say 3 goes 6 times. Yes, it goes 6 times in 19, so 18. Write 18 here. Then let's take the difference. What is the difference here? 1. 1 ആണ് ഇവിടുത്തെ ഡിഫറൻസ്. 1 0 ഉണ്ടോ? ഇവിടെ 0 വരും, നമ്മൾ എഴുതണ്ടല്ലോ. The difference between 19 and 80 is 1. സോ നിങ്ങൾ ഇത്രയാണ് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ ഇംപ്രോപ്പർ ആക്കണമെങ്കിൽ ഇവിടെ വരെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ എങ്ങനെ, അതായത് ഒരു റിമൈൻഡർ, ഒരു 1 ഡിജിറ്റ്, ഒരു സിംഗിൾ ഡിജിറ്റ് റിമൈൻഡർ വരുന്നത് വരെ ഡിവിഷൻ ചെയ്യുക. അണ്ടർസ്റ്റുഡ്? ദെൻ ഇവിടെ സ്റ്റോപ്പ് ആക്കുക. സ്റ്റോപ്പ് ആക്കിയിട്ട് ക്ലിയർ ആവുന്നില്ല? Okay. Okay, listen here. Stop here. Stop the division here. Now you have an answer here. Then a reminder here. Okay. So first നിങ്ങൾ ഇനി ഇതിനെ നിങ്ങൾ മിക്സഡ് ഫ്രാക്ഷൻസിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ടേക്ക് ദിസ് ആൻസർ. ആൻസറിന്റെ കോഷ്യന്റ് എന്നല്ല നിങ്ങൾ പറയുന്നത്, ഡിവിഷനില് കോഷ്യന്റ് എന്നല്ല പറയുന്നത്. യെസ്. So first take the quotient. What is the quotient here? 6. So first you write 6. 6 എന്ന് എഴുതണം. That is the quotient. Okay. Then ഇനി ഇവിടെ എത്രയാണ് നമുക്ക് ഡിവിഷൻ ചെയ്യാൻ ബാക്കിയുള്ളത്? 1 അല്ലേ? റിമൈൻഡർ 1 അല്ലേ ഉള്ളത്? സോ ഇനി 1-നെയാണ് നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ ഇവിടെ ബാക്കിയുള്ളത്. So write remainder 1 is here divided by 3. ഇതാണ് നമ്മുടെ മിക്സഡ് ഫ്രാക്ഷൻ എഴുതേണ്ട ഫോർമാറ്റ്. വെയിറ്റ്, ഇങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ എഴുതേണ്ട ഫോർമാറ്റ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ ഡിജിറ്റ് കിട്ടുന്നവരെ നമ്മൾ റിമൈൻഡർ കിട്ടുന്നവരെ ചെയ്യണം. കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ട എന്താണ്? കോഷ്യന്റ് എഴുതുക. റൈറ്റ് കോഷ്യന്റ് ഫസ്റ്റ്. ദെൻ റിമൈനിങ് വൺ ഈസ് റിമൈൻഡർ. റിമൈൻഡർ ആണ് ഡിവൈഡ് ചെയ്യാൻ ബാക്കിയുള്ളത്. ദെൻ റൈറ്റ് ദിസ് റിമൈൻഡർ 1 divided by 3. സോ ഇതാണ് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റിയിട്ട് എഴുതുന്ന രീതി. ഓക്കെ, യു ക്യാൻ റൈറ്റ് ദിസ്. ഇവിടെ ഫസ്റ്റ് പ്രോബ്ലം ആണ് ഞാൻ ഇവിടെ ചെയ്തത്, 19/3. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യും ദേവാഞ്ജന. ആ റഫിൽ തന്നെ നോട്ടിൽ ഇപ്പൊ എഴുതാറായില്ല. ഓക്കെ.
ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യൂലേ? ടെക്സ്റ്റിലുള്ളത് Yes. then write. Next one is 28 by 5. Finish me. Okay. Very good. Finish miss. Okay, very good, Amaya. Aaron, did you finish? Miss, finish. Okay. Abdul Basit, did you finish? Yes. Seba, did you finish? No. Yes. Okay. Finish. Okay. Yes. Yes. Advait Kamal, turn on your camera. Advait Kamal, are you there? Advait. So let's discuss the answers now. Okay. Second one, 28 by 5. 28 by 5. And what is its mixed form? 5 into 3 by 5. Yes, 5 into 3 by 5. Very good. 5 into 3 by 5. ഇനി നിങ്ങൾക്ക് അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്താണ്? 5 into 3 by 5 അല്ലേ? സോ ഹിയർ one minute. Okay, it is 5 into 3 by 5 ആണ് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ അല്ലേ? സോ നമ്മൾ ഇത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മൾ ഇതിന് ഇംപ്രോപ്പർ ഫോമിലോട്ട് മാറ്റി നോക്കുക. നമുക്ക് തന്ന ക്വസ്റ്റ്യൻ തന്നെ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കണം. ഇംപ്രോപ്പർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 5 into 5 25, 25 plus 3 25 plus 3 yeah 28. So now you get the answer as 28 by 5. അപ്പൊ കറക്റ്റ് ആണ്. നമ്മുടെ പ്രോബ്ലത്തിൽ തന്നെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അതിന്റെ ആൻസർ കറക്റ്റ് ആണ്. സോ നെക്സ്റ്റ് വൺ 16 by 7. 16 by 7. Yes. Yes, very good. That is 2 into 2 by 7. yes 2 by 7 is the correct answer. Very good. നിങ്ങൾ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇത് പഠിക്കുന്നെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കിയല്ലോ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. 2 into 2 by 7. Very good. That is the correct answer. All of you got the same answer? Did all of you get the same answer? Yes. Okay, very good. Yes. Very good, very good. So that is improper fraction, mixed fractions, proper fractions. I think you have no doubt from this. Do you have any doubt? No. Okay. Okay. Then let's go to the. Okay. Then all of you listen here. Listen here. Okay. Here again.
Okay, assume that this is the apple. The apple ആണ്. Wait. The color of apple is red. So assume that this is the apple. Okay, ഇത് ഒരു apple ആണ് നിങ്ങൾ assume ചെയ്യുക. Okay, so the apple is dividing into two equal parts. All of you listen here. The apple is dividing into two equal parts. Yes, it's divided into two equal parts like this. Okay, so നമ്മുടെ ആപ്പിളിനെ നമ്മൾ രണ്ട് ഈക്വൽ പാർട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ what happened to you, Ebin, Biju, Sarah, Rose, turn on your camera. നിങ്ങൾ എന്ത് ഈ ക്യാമറ ഓഫ് ആക്കിയിട്ട് അതിനിടയ്ക്ക് വേറെ പണിക്ക് വന്നേ? ആകെ ഒരു 40 മിനിറ്റ് നമ്മുടെ മാത്സിന്റെ ക്ലാസ് പോകും. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു അപ്പൊ ഓരോ ആൾക്കാർക്ക് എത്ര പോർഷൻ കിട്ടും? 1/2. യെസ്, ഇപ്പൊ നമ്മുടെ അല്ല ഒരു ആപ്പിളിനെ ഡിവൈഡ് ചെയ്ത് രണ്ട് പീസ് കഴിക്കുകയാണ്. അപ്പൊ അല്ല അതില് ആപ്പിളിനെ അല്ല ഡിവൈഡ് ആപ്പിൾ ഇൻടു 2 pieces. ഓക്കെ, 2 പീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതില് 1 പീസ് നമ്മുടെ അല്ല കഴിച്ചു. അല്ല ഈറ്റ് 1 piece. Then how many pieces of apple? How many parts of the apple? No, Allah eats from these 2 parts. ഈ രണ്ട് പാർട്ടിൽ നിന്ന് എത്ര പാർട്ടാണ് നമ്മുടെ അല്ല കഴിച്ചത്? 1 പാർട്ടോ. ടോട്ടൽ 2 parts ആയി ഡിവൈഡ് ചെയ്തില്ലേ ആപ്പിളിനെ? 1/2 plus 1/2 അല്ലേ? 1/2 ഉണ്ട്, പിന്നെ ഒരു 1/2 ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ വലിയ ആപ്പിൾ കിട്ടുന്നത്. സോ അല്ല എത്ര കഴിച്ചു അതില്? ഹാഫിന്റെ ഫ്രാക്ഷന്റെ ടെൻസിൽ പറ. 1/2. യെസ്, അല്ല അതിൽ കഴിച്ചത് 1/2 ആണ് അല്ലെ? നമുക്ക് ബാക്കി നെക്സ്റ്റ് മാത്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ നിങ്ങൾ ഓർമ്മിച്ച് വെച്ച ഒരു ആപ്പിളിന്റെ പ്രോബ്ലം ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി നെക്സ്റ്റ് മാത്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് ടൈം.